ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഒരു സാധനമായിട്ടാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്, സൂപ്പർ സാധനമാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു സാധനം തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കത് ഉപയോഗിച്ച് പോകെ തന്നെ അത് മനസ്സിലാവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, നമ്മളുടെ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചിരുന്നത്. സ്കാൽപ്പ് നമ്മുടെ തലയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ചൂടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡ്രൈനെസ് ഉണ്ടെങ്കിൽ, ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ പാക്ക് അല്ലെങ്കിൽ എന്ന് പറയാം കേട്ടോ. അതല്ലെങ്കിൽ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ എന്ന് പറയാം. ഇതൊരു വാട്ടർ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വരിക. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് എൻ്റെ വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. ഒരുപാട് വെച്ച് നിങ്ങളെ ലാഗ് എടുപ്പിക്കുന്നില്ല. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാൻ മറന്നു കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ കൂട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നാലേ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് വെച്ച് നിങ്ങളെ ലാഗ് എടുപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാകാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് ബ്രഹ്മിയാണ് കേട്ടോ. ബ്രഹ്മി ഇപ്പോൾ എല്ലായിടവും കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പൗഡർ ഫോമിലുള്ളത് നമ്മളുടെ അങ്ങാടിക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ട് ഇതുപോലെ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ എനിക്ക് നാച്ചുറലായിട്ട് ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. ഞാനൊരു ഒരു കൈപ്പിടി, നല്ല കൈപ്പിടി അളവിന് ഉണ്ടാവും, അത്രയും ഉണ്ടാവും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് പെട്ടെന്നാണ് നമുക്ക് വളർത്താനൊക്കെ എളുപ്പമാണ് കേട്ടോ. നമ്മുടെ മുറ്റത്ത് എപ്പോഴും വെള്ളം വീഴുന്ന കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ അവിടെ നമുക്ക് നട്ടിട്ടേക്കുവാണെങ്കിൽ എപ്പോഴും വെള്ളം വീഴണം. ഇതിന് നല്ല വെള്ളം എപ്പോഴും വേണം. അപ്പോൾ അങ്ങനെ വളർത്തിയെടുക്കാവുന്നതാണിത് കേട്ടോ. പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഇനി നിങ്ങൾ എടുത്തോളൂ. അത്രയും യൂസ് ഉള്ള ഒരു സാധനമാണ് കേട്ടോ. അപ്പം ഞാനതൊന്ന് നുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഞാനൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ നുള്ളിക്കറി ഇട്ട് കൊടുത്തത്. അടുത്തായിട്ട് നമ്മളുടെ തുളസിയുടെ ഇലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ സ്കാൽപ്പുള്ള ഇൻഫെക്ഷനും, അല്ലെങ്കിൽ നമുക്ക് ചിലർക്കെങ്കിലും ഈ ബ്രഹ്മി എന്ന് പറയുന്നത് നല്ല തണുപ്പുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ പലർക്കും കോൾഡ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ തുളസി ചേർക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ തുളസി ചേർക്കുന്നതിലൂടെ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അലോവേരയുടെ ജെല്ലാണ് കേട്ടോ. നമ്മളത് നല്ല രീതിയിൽ അതിൻ്റെ മഞ്ഞ കറയൊക്കെ കളഞ്ഞ് വാഷ് ചെയ്ത് അത് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും വാഷ് ചെയ്ത് എന്നിട്ടാണ് നമ്മളത് എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല രീതിയിൽ വാഷ് ചെയ്ത് അതിൻ്റെ എല്ലാ ഫ്ലൂയിഡ് എല്ലാം കളഞ്ഞതിന് ശേഷം വേണം എടുക്കാൻ. ഞാൻ അത് എപ്പോഴും പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. നമ്മൾ പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ അലോവേരയുടെ ജെല്ല് തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ട് ഭയങ്കര കോംബോയാണ് കേട്ടോ. സൂപ്പർ സാധനമാണ് കേട്ടോ. നല്ല അത്രയും സൂപ്പറായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഞാനിത് ഒരു കാൽ ഗ്ലാസ്സും ഇല്ല, അതിലും താഴെയാണ് ഞാൻ എടുത്ത് അതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. കുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ അത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളുടെ അലോവേരയുടെ ജ്യൂസ് തന്നെ മതിയാവും. ഞാൻ അത് ഒരു ഗ്ലാസ് ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ലായിരുന്നു. അതിൽ നിന്നും ഒരു കാൽ ഭാഗം മാത്രമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒഴിച്ചിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ട് വന്നിട്ടുള്ളതാണിത് കേട്ടോ. അതിൻ്റെ ഒരു കളർ കണ്ടോ, നല്ല അടിപൊളി ഒരു ഡാർക്ക് ഗ്രീൻ കളറിലാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇതേ ഒരു കളറായിരിക്കും നമ്മളുടെ കയ്യൂന്നി നമ്മൾ അരച്ചെടുക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതുപോലത്തെ ഒരു കളറാണ് വരിക. കയ്യൂന്നിയും ബ്രഹ്മിയൊക്കെ നമ്മൾ അരച്ച് ഇതുപോലെ വാട്ടർ കൺസിസ്റ്റൻസിലായി കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു കളറിലാണ് വരിക കേട്ടോ. അടിപൊളി സാധനമാണ് കേട്ടോ. നല്ല അടിപൊളി ഹെൽത്താണ്. നമ്മുടെ മുടിക്ക് അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. നിങ്ങൾ എവിടെ കണ്ടാലും ഇത് മിസ് ചെയ്യരുത്. നമുക്ക് തലയ്ക്കൊക്കെ നല്ല തണുപ്പ് കിട്ടാനും, അല്ലെങ്കിൽ നമ്മുടെ മുടിയുടെ സ്കാൽപ്പിൻ്റെയും വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്കാൽപ്പിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും, അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള സ്കാൽപ്പ് വന്നാൽ മാത്രമേ നമുക്ക് മുടി നല്ല രീതിയിൽ വളരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് നല്ല രീതിയിൽ സഹായിക്കും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെൽത്തി ഹെയർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന സാധനമാണ് കേട്ടോ. നല്ല രീതിയിൽ ഡാൻഡ്രഫ് പോകാനും, അതേപോലെ തന്നെ മുടിയായാലും സ്കാൽപ്പായാലും ഫുള്ളും നല്ല ഒരു മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കാനും എല്ലാത്തിനും നമ്മളെ ഇത് സഹായിക്കും കേട്ടോ. അപ്പം ഞാനിതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടാണ്
അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. സ്പ്രേ ബോട്ടിലാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് കുറച്ച് പോലും മിസ്സാവാണ്ട് നമുക്ക് എല്ലായിടത്തും എത്തുകയും ചെയ്യും, ഒരിടം പോലും മിസ്സാവില്ല. മാത്രമല്ല ഇത് വളരെ കുറച്ചേ ഉള്ളെങ്കിൽ പോലും നമുക്ക് എല്ലായിടത്തും മുടിയിൽ സഹിതം എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തികയുകയും ചെയ്യും നമ്മൾ സ്പ്രേ ബോട്ടിൽ ചെയ്യുകയാണെങ്കിൽ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയ്യിലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ സാധനമാണ്. എനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഇത് നമുക്കൊരു 15 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. പ്ലെയിനായിട്ടേ വാഷ് ചെയ്യാവൂ കേട്ടോ. പ്ലെയിനായിട്ട് വാഷ് ചെയ്താൽ മതി. ഇത് നിങ്ങൾ മൈൽഡായിട്ടൊന്ന് ഓയിൽ വെച്ചിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് പ്ലെയിനായിട്ട് വാഷ് ചെയ്ത് കളയാം ഒരു 15 മിനിറ്റ്സിന് ശേഷം. ഒരു വീക്ക്ലി വൺസ് എങ്കിലും നിങ്ങളിത് ചെയ്ത് വരുവാണെങ്കിൽ ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ മുടിയുടെ ഹെൽത്തി ആയിട്ടുള്ള വളർച്ച നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പൊക്കോളൂ കേട്ടോ. അതേപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറന്നു പോകരുത്. ഇതുപോലെ ഒരു അടിപൊളി സാധനം ആയിട്ട് നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതിയാവും, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്ത ദിവസം കാണാം. ടാറ്റാ ബൈ.